ഹായ് എവറി വൺ. 2022 SLC ഒരു ക്വസ്റ്റ്യനാണത്. മെൻ്റലിലെ എക്സ്പെരിമെൻ്റ് ആണ്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. പാരൻ്റൽ പ്ലാന്റ്സ് മാതസസ്യങ്ങൾ. റൗണ്ട് സീഡ് ഉരുണ്ട വിത്ത്. റിങ്കിൾഡ് സീഡ് ചുളുങ്ങിയ വിത്ത്. ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡ്. സ്മോൾ ആർ റിങ്കിൾഡ് സീഡ്. ദെൻ ഗമീറ്റ് ഫോർമേഷനാണ് ഇനി ബീജങ്ങളുടെ കോശങ്ങളാണ് നോക്കാം നമുക്ക്. ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡ് പ്ലാന്റ് എന്നുണ്ടായിട്ടുള്ളത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റാണ്. ശ്രദ്ധിക്കണം, ഗമീറ്റുകൾ ഫോം ചെയ്യുമ്പോൾ ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ലെറ്റർ മാത്രം മതി. ദാറ്റ് ഈസ് പുട്ടിനെ റൗണ്ട് ഷേപ്പ്, റൗണ്ട് കാണിക്കുന്നു. ദെൻ റിങ്കിൾഡ് സീഡ് സ്മോൾ ആർ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടുത്തെ ആൻസർ എങ്ങനെയായിരിക്കും? ചുളുങ്ങിയ വിത്തിനെ കാണിക്കുന്ന, റിങ്കിൾഡ് സീഡിനെ കാണിക്കുന്ന ഒരൊറ്റ ലെറ്റർ മാത്രം കാണിച്ചാൽ മതി. സ്മോൾ ആർ ഇസ് ഇനഫ്. അപ്പോൾ ഗമേറ്റുകളായി. ഇനി അവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാക്കണം അല്ലേ? ഈ ക്യാപിറ്റൽ ആറും ഈ സ്മോൾ ആറും കൂടി ഫ്യൂസ് ചെയ്തിട്ട് അവർ സംയോഗം നടത്തുന്ന എന്തുണ്ടാവുന്നു അവിടെ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ റൗണ്ട് സീഡുള്ള ഉരുണ്ട വിത്തുള്ള പ്ലാന്റ് ഉണ്ടാവുന്നു. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ പാരൻ്റൽ പ്ലാന്റ്സ് എങ്ങനെയാണ്? പാരൻ്റൽ പ്ലാന്റ്സ് ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡാണ്. സ്മോൾ ആർ റിങ്കിൾഡ് സീഡ് പ്ലാന്റ് ആണ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് കാണിക്കുന്ന പാരലൽ പ്ലാന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് അതുപോലെ ഗമേറ്റ് ഫോർമേഷൻ നോക്കണം. ഗമേറ്റ് ഫോർമേഷൻ സമയത്ത് ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ലെറ്റർ മാത്രം മതി. ഈ ക്യാപിറ്റൽ ആറിന് ഒരു ക്യാപിറ്റൽ ആർ മാത്രം. ഇവിടുത്തെ ഈ സ്മോൾ ആറിന് നമുക്ക് എന്ത് മാത്രം മതി? ഒരു സ്മോൾ ആർ മാത്രം മതി. സോ ഫസ്റ്റ് നമുക്കിവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഫിൽ 1, 2, 3, 4 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് ഫില്ല് ചെയ്യാം. ഇവിടുത്തെ ഗമേറ്റ് എങ്ങനെയായിരിക്കും? സ്മോൾ ആർ ഇൻ എ റൗണ്ട് ഷേപ്പ്, ഒരു ബീജമായി ഇവിടുത്തെ. ഇനി നമുക്ക് സെക്കൻഡ് ഫില്ല് ചെയ്യാം. ഈ രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവുന്ന F1 ഒന്നാം തലമുറ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ഇതായിരിക്കും ഇവിടുത്തെ F1 ഒന്നാം തലമുറ. ഓക്കെ. ഇനി നമ്മൾ ഈ ഒന്നാം തലമുറ കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ, അതിൻ്റെ ക്യാരക്ടർ എന്താണ്? റൗണ്ടാണ്. കാരണം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുന്ന ആ ലെറ്ററിൻ്റെ സ്വഭാവം എന്താണോ അതായിരിക്കും അവിടുത്തെ ഡോമിനൻ്റ് ക്യാരക്ടർ, പ്രകടമായിട്ടുള്ള ഗുണം. ഇനി അടുത്ത് നോക്കി നിങ്ങൾ നോക്കാം. അടുത്തത് ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒന്നാം തലമുറനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്, സ്വപരാഗണം നടത്തുകയാണ്. ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് ഇനി പാരൻസ് കേട്ടോ. ഇനി പാരൻസ് എന്താണ്? ഉരുണ്ട വിത്തുള്ള സീഡ് തന്നെയാണ്. പക്ഷേ അവരുടെ എന്താണ്? ഉരുണ്ട വിത്ത് പ്രത്യേകത ഉണ്ട്. ഉരുണ്ട വിത്ത് നേരത്തെ കണ്ട പോലെയുള്ള ക്യാപിറ്റൽ ആറും അല്ല. ഇവിടുത്തെ ഉരുണ്ട വിത്ത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആറാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവരുണ്ടാകുന്ന ഗമേറ്റുകൾ നോക്കിയേ, ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ക്യാരക്ടർ മതി. അപ്പോൾ ഈ ക്യാപിറ്റൽ ആറിന് ഒരു ക്യാപിറ്റൽ ആറ് പിന്നെ ഒരു സ്മോൾ ആർ, ഇങ്ങനെ രണ്ട് ഗമേറ്റുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡിലും എന്തുണ്ടായിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ക്രോസിൽ നമ്മുടെ ഗമേറ്റിൽ എങ്ങനെയൊക്കെയാണ്? ക്യാപിറ്റൽ ആർ ദെൻ ഒരു സ്മോൾ ആർ, അപ്പുറത്തെ സൈഡിൽ എങ്ങനെ ഉണ്ടാവും? ഒരു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇവിടെ കുട്ടികൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. ചില കുട്ടികൾ ഗമേറ്റുകൾ എടുത്ത് എഴുതുമ്പോൾ ഒരൊറ്റയടിക്ക് ഇങ്ങനെ എടുത്ത് എഴുതും ഗമേറ്റുകൾ. ഓക്കെ, ഇത് പറ്റില്ല. കാരണം എന്താണ്? ഒരു ഗമേറ്റിനകത്ത് ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരൊറ്റ അല്ലീൽ മാത്രം മതി. അപ്പോൾ ഈ ഗമേറ്റിനകത്ത് ഒരു ക്യാപിറ്റൽ ആർ കൊടുത്തു. ഇവിടെ ഇത് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോൾ ആർ വേറൊരു ഗമേറ്റായിട്ട് മാറാണ് അവിടെ. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇവിടെ ഫ്യൂസ് ചെയ്യാണ്. നോക്കാം. ക്യാപിറ്റൽ ആറും ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടായി? ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡുള്ള വിത്ത് ഉണ്ടായി, ഉരുണ്ട സീഡുള്ള വിത്ത്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഗെയിൻ റൗണ്ട് സീഡ്. കാരണം അവിടെ ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് തന്നെ അതായിരിക്കും എന്ത്? ഡോമിനൻ്റ്. നെക്സ്റ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ്. സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ ഫ്യൂസ് ചെയ്യുന്നത്. ആ 3 എന്ന് കാണിക്കുന്ന 3 ഫില്ല് ചെയ്യാനുള്ള എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ദെൻ നെക്സ്റ്റ് വൺ സ്മോൾ ആർ. ലാസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള എങ്ങനെയാണ്? സ്മോൾ ആറും ഈ സ്മോൾ ആറും. നോക്കാം. ഇവിടുത്തെ ആൻസർ എന്താ വരിക? സ്മോൾ ആർ. ഇവിടെ ഇത് റിങ്കിൾഡ് സീഡാണ്. അതിൻ്റെ കാരണം എന്താണ്? ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആർ അതിനകത്തില്ല. അതുകൊണ്ട് ഇവിടെ ആർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്?
സ്മോൾ ആറിന് അവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ അവസരം കിട്ടി. സോ റിങ്കിൾഡ് സീഡാണ്, ചുളുങ്ങിയ വിത്താണ്. നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. നമ്മൾ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫിൽ 1, 2, 3 ആൻഡ് 4 നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ബി. വിച്ച് ഈസ് ദി ഡോമിനൻറ്റ് ക്യാരക്ടർ. ഇവിടെ പ്രകടമായിട്ടുള്ള പ്രകട ഗുണം ഏതാണ്? എങ്ങനെ നോക്കുക നമ്മൾ? നോക്കുക, ഇത് വെച്ചോണം നോക്കാൻ. ഒന്നാം തലമുറയിൽ ഏതാണോ പ്രകടമായിട്ടുള്ളത് അതായിരിക്കും അവിടുത്തെ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനൻറ്റ് ട്രേറ്റ്. സോ ഇവിടുത്തെ ഡോമിനൻറ്റ് ട്രേറ്റ് പ്രകടമായ ഗുണം എന്താണ്? ക്യാപിറ്റൽ ആറാണ്. അത് എന്ത് സൂചിപ്പിക്കുന്നു? റൗണ്ട് സീഡ്. അതെ. വൈ ഡസ് ദി റെസസീവ് ട്രേറ്റ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദി സെക്കൻഡ് ജനറേഷൻ? ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. നോക്കാം നമുക്ക്. വൈ ഡസ് ദി റെസസീവ് ട്രേറ്റ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദി സെക്കൻഡ് ജനറേഷൻ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നാം തലമുറയ്ക്കകത്ത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം കിട്ടാത്ത ആ ഗുപ്ത ഗുണം ഉണ്ടല്ലോ, സ്മോൾ ആർ ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ ചുളുങ്ങി വിത്ത്, അതെന്തുകൊണ്ടാണ് രണ്ടാം തലമുറയിൽ അവിടെ എക്സ്പ്രസ് ആയത്? വായിച്ചു നോക്കി. ദ ഫാക്ടർ ഡിറ്റർമൈൻ എ പർട്ടിക്കുലർ ക്യാരക്ടർ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേമാണത്, സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. അതായത് അവർ സെഗ്രിഗേറ്റ് ചെയ്യാണ്, വേർപിരിയാണ്, വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. ഇങ്ങനെ ഗമേറ്റുകൾ ഫോം ചെയ്യാതെ അവരെന്ത് ചെയ്യാണ്? അവർ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ആറിന് ഒരു ഗമേറ്റും സ്മോൾ ആർ മറ്റു ഗമേറ്റും. ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഈ സ്മോൾ ആറിന് അവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ അവസരം കിട്ടുന്നത്. അല്ലാതെ ഈ ക്യാപിറ്റൽ ആറിൻ്റെ കൂടത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഗമേറ്റുകൾ കോശങ്ങളുടെ ബീജകോശങ്ങളുടെ രൂപീകരണ സമയത്ത് ഗമേറ്റ് ഫോർമേഷൻ സമയത്ത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല? മിക്സപ്പ് ചെയ്യാതെ ദേ വിൽ സെഗ്രിഗേറ്റ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? വേർപിരിയുന്നുണ്ട്. അതുകൊണ്ടാണ് ദി ഹാഫ് ഓഫ് ദി ഗമേറ്റ് ഫോംഡ് ഫ്രം ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടെയ്ൻ സ്മോൾ ടി ആൻഡ് അതർ ഹാഫ് കണ്ടെയ്ൻ ക്യാപിറ്റൽ ടി. ഒരു ഹാഫിൽ ക്യാപിറ്റൽ ടിയും മറ്റു ഹാഫിൽ സ്മോൾ ടി ഉണ്ടാവാനുള്ള കാരണം അവിടെ ഗമേറ്റുകളുടെ ഫോർമേഷൻ സമയത്ത്, ബീജകോശങ്ങളുടെ രൂപീകരണ സമയത്ത് ഫാക്ടറുകൾ എന്ത് ചെയ്യുന്നില്ല? മിക്സപ്പ് ചെയ്യാതെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇതതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് പൊതുവെ കുട്ടികൾ മിസ് ചെയ്യാറുണ്ട്. മിസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നോക്കി വെക്കുക. ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ചെയ്ത് നന്നായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ.